സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്റെ സൗണ്ട് സ്റ്റിൽ ശരിയായിട്ടില്ലടാ എന്റെ സൗണ്ട് ശരിയായിട്ടില്ലടാ ഇതിന്റെ എടാ വന്ന ഇതില് കണക്ടിങ് ടു ചാറ്റിനാണ് എന്തോ സൗണ്ട് ശരിയാ ഇതിന്റെ പോരാ വണ്ടിയുടെ സ്റ്റോപ്പാക്കും പണിയാ ചെക്ക് ചെയ്ത് എടാ ചെക്ക് ചെയ്തടാ സൗണ്ട് ശരിയാന്ന് ചെക്ക് ചെയ്താ സൗണ്ട് ശരിയാണെങ്കിൽ വണ്ണിട് സൗണ്ട് കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ വണ്ണിട്ട് ടൈപ്പ് 1 ടൈപ്പ് സൗണ്ട് ശരിയാണെങ്കിൽ 1 ടൈപ്പ് ഓക്കെ സെറ്റ് ഓക്കെ ഗൈസ് ഇതിപ്പോ ഞാൻ ആരോടെ ഉള്ളതെന്ന് നോക്കിയാ ഇയാളിങ്ങ് അടങ്ങ് കണ്ടിരാ ഈ ചങ്ങായിനെ അടങ്ങ് കണ്ടിരാ ഇപ്പൊ താടിയിലായിട്ട് കുറച്ച് മൊഞ്ചായി തോന്നട്ടാ കുറച്ച് താടിയെല്ലാം പഠിച്ചോണ്ടാണ് ആളെ തിരിയാതെ ഇതല്ല കാണണ്ട ഇവന്റെ മൂടല്ല ഇങ്ങ കാണണ്ട ഞാൻ വന്നത് ഇവന്റെ മൂട് കാണാനല്ല നിങ്ങക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചട്ടെ ഞാൻ വേറെ ഇത് നോക്കിയേങ്ങ ഇതേത് വേൾഡടാ അന്നെ ഈ വണ്ടി കൊണ്ടുപോകാറടാ ഈ വണ്ടി കയറാൻ വേണ്ടി ഞാൻ ഇത്രം വരെ വന്നോത്തെ ഏത് സാധനം നോക്കിയാ നീ 2 വർഷത്തെ കഷ്ടപ്പാടാ എപ്പടുത്ത് ഒരാഴ്ചയിലായിട്ടുള്ള 2 കൊല്ലം എന്താ പറയാ ഉണ്ടാക്കി വെച്ചിട്ട് എടുത്ത വണ്ടിയാ 2 വർഷമായിട്ട് അമ്മ എടുക്കുമ്പോത്തെ അമ്മ ഒന്ന് ഒരു BMW കണ്ടുവെച്ചിന് കൈമ പൈസ ഇല്ല ഷഡ്ഡി വാങ്ങാൻ വരെ പൈസ ഇല്ല അതാ സീന് അങ്ങനെ പറയലടാ വേർത്തന്നെ എന്ത് കുപ്പായം വാങ്ങാൻ പൈസ ഇല്ല ഡ്രസ് വാങ്ങാൻ പൈസ ഇല്ലെന്ന് പറയൂ ഇവർ ശരിയായ ഉപദേശമാണ് എന്നെ പിടിച്ചിരുത്തിയിട്ടില്ലേ ഇന്ന വേർഡ് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയൂല ഇല്ല നമ്മള് അനിയന്മാരെ പോലെ നമ്മള് ഉപദേശിക്കാൻ നമുക്ക് പറ്റും കാരണം എന്നെ ഇത്രയും ആൾക്കാർ ഏറ്റവും ഈ ചങ്ങായി മാത്രം എന്നെ പിടിച്ചിവിടെ കൊണ്ടുവരാനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ അത് ഹാറ്റ്സ് ഓഫ് ആണ് കാര്യം പറയല അതുകൊണ്ട് എന്തായാലും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇവനോട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ വന്നിട്ട് മറ്റേ അന്ന് വളാഞ്ചേരിയിൽ ഉണ്ടായ പോലെ തെറിപ്പാട്ടും മറ്റേ സംഭവം ഒന്നും ഉണ്ടാവില്ല ഞാൻ വാക്ക് കൊടുത്തിട്ട് തെറിപ്പാട്ടായിട്ട് എനിക്ക് സ്റ്റില്ല ഒന്നും നിങ്ങളെ ഓടിക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ ഷാക്കിർ എന്നല്ലേ പേര് എന്റെ പേര് ഷാക്കിർ ഷാക്കിർ എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ നീ അങ്ങനെ വിളിച്ചോടാ ഷാക്കിർ ഒന്നുമാണ് ഷാക്കിർ പോ വിളിച്ചോ എത്ര വയസ്സായി എനിക്കാ എന്തിനാണ് എന്റെ വയസ്സെല്ലാം വരുന്നത് കാര്യം ചോദിക്കുന്നേ എനിക്ക് 10-30 വയസ്സിന് മേലെ ഇടാം അത് കുഴപ്പമില്ല 30 ആയിട്ടുള്ളൂ നിങ്ങൾ ബാക്കിലിരിക്കുന്ന ഞാനും ബാക്കിലിരിക്കാം മുത്തേ സാധനം കണ്ടേ എടാ സീറ്റ് ബെൽറ്റ് കേട്ടോ എടാ നീ വാ എന്റെ ചെങ്ങായിനെ പിടിച്ച് ഫ്രണ്ടിലേ സീറ്റ് ബെൽറ്റ് കേട്ടോ നീ ഉള്ളിൽ മുമ്പിലിരിക്കേ എടാ പിന്നെ മുന്നേ എങ്ങനെ വരുവാ എടാ മുന്നോ വണ്ടി 3 വണ്ടി എല്ലാം വരാൻ പറ എടാ സൗണ്ട് നോക്കിയാ അല്ല ഇത് നോക്കിയാ നീ എന്താ ആക്കുന്നത് ചെയ്തില്ലാണ് ഞാൻ പറയട്ടെ എന്റെ പൊന്നു വല്ലു എനക്കുള്ള ടീമിന്റെ എന്റെ ടെക്നിക്കൽ ടീമിനെ നോക്കിയാ ഈ ചങ്ങായിക്കില്ലേ ഈ ചങ്ങായിക്ക് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വരെ ഈ ചങ്ങായിക്ക് അറിയില്ല ഈ ചങ്ങായിയാണ് എന്റെ തമ്മയിൽ ഇതെല്ലാം സെറ്റ് ആക്കുന്നത് എനിക്ക് നിങ്ങളെ പോലത്തെ സ്ട്രോങ് ടീമിനാണ് എടാ മുത്തേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ടീമൊന്നും ഇല്ല ഞാൻ തന്നെ അല്ല ഓളിനോട് ഞാൻ അപ്ലോഡിങ് ഞാനാണ് ചെയ്യുന്നത് വീഡിയോ ഷൂട്ടിങ് ഞാനാണ് കാരണം നമുക്ക് ആളെ ഒന്നും വെക്കാൻ ഫയൽ ഈസ് ബിഗർ ദാൻ 2 MB എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് എല്ലാം വിട്ടേ തന്നേലും മാണ്ട ഒഴിവാക്ക് എടാ ഇത് നോക്കറാ നീ ഇതെന്താ സംഭവം അജിത്ത് നമ്മുടെ വണ്ടി ആട്ടിയതല്ലോ അജിത്താ സാധനോടെ ഇത് എന്റെ ഇത് ഓനോട് ഫ്രണ്ടിലിരിക്കാൻ പറ കാര്യം ചോദിക്കട്ടെ അത് ഇരിക്കല പറ അത് ഡേഞ്ചറാ അങ്ങനെ ഇരിക്കണ പറ മുബാഷിന്റെ അത് വേണ്ട അങ്ങനെ വേണ്ട അത് അപകടം അതെ അവിടെ പറ അത് അങ്ങനെ വേണ്ട അത് അപകടം പിടിച്ച് ശരിയാവുന്നില്ല എങ്ങനെയും ശരിയാവുന്നില്ല ഞാൻ വിളിക്കാം അല്ലടാ ചെക്കൻ ഡിക്കിയിൽ എല്ലാത്തിനും പേടിച്ച് ജീവിക്കല്ലേ പേടിയല്ല അത് അങ്ങനെ അത് അപകടം പേടിക്ക് നമുക്ക് നിക്കടാ പവർ ആക്കാനുള്ള ഒരു സാധനം ഞാൻ കേൾപ്പിക്കട്ടെ ഇതെന്താക്ക് അവിടെ പാട്ടിട് സോങ് ഇട് അതൊക്കെടാ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഓനോട് പറയട്ടെ
സോങ് അല്ല ഐഫോണിലെ ഞാൻ പറയുന്നൊരു സോങ്ങള് ചാറ്റ് കൊടുത്തു ചെക്കനോട് ബേക്കിലിരിക്കാൻ പറ അവിടെ ഒഴിവാൻ പറഞ്ഞു ഒഴിവാൻ പറ ഹെഡ്ഫോൺ സൗണ്ട് ഇപ്പൊ തന്നെ അവിടെ നിർത്തിക്കോ വളവ് കഴിഞ്ഞ അവിടെ നിർത്തിക്കോ സെറ്റാ ഇതാടാ എന്ത് ഏത് വളവിൽ നിർത്താനേ നിനക്ക് ഇഷ്ടമുള്ള നോക്കിട്ടോ ഏത് വീടിന് എത്ര ദൂരം ഉണ്ട് നമ്മളെ ഇതിലേക്ക് സ്ഥാപനത്തിലേക്ക് അത് സംഭവം നിങ്ങളെ സ്വന്തം തന്നെയാ അത് നമ്മൾ മറ്റേ ചങ്ങായിയോ പാർട്ട്നേഴ്സടാ എത്ര ആള് പാർട്ട്നേഴ്സ് അന്നീ പാർട്ട്ണർ ആക്കുക നമുക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ട് ഇത് നമ്മളെ ക്ലൈന്റ് അല്ലേ നീ ആദ്യം നമുക്ക് ലൊട്ട കച്ചവടം തുടങ്ങിയാലോ ലൊട്ട കച്ചവടം തുടങ്ങിയാലോ സൗണ്ട് കേക്കടാ പാട്ടറിയില്ലേ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പഴയ മലയാള പാട്ട് കേൾക്കും പഴയ മലയാളം പാട്ടാ ഞാൻ ഒരു സാധനം ചോദിച്ചപ്പേ ഒരു മിനിറ്റ് ഞാൻ ഒരു സാധനം ചോദിച്ചപ്പേ ഇതിലില്ലാതാ വേറെ ചോദിച്ചപ്പേ ഞാൻ ഒരു സാധനം ചോദിച്ചപ്പേ ഇപ്പൊ വരും അങ്ങനെയുണ്ട് ഞാൻ ഈ പാട്ടൊക്കെ എത്ര ആളെ ട്രോൾ ചെയ്യുന്ന പക്ഷെ ഈ വിഷ്വൽ എഫക്റ്റില്ല ഒരു പാട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഒന്ന് ഞാൻ ട്യൂണെല്ലാം അത് വരണില്ല ഞാനാ പാടില്ല പറ്റിച്ചാ സംഭവം ഞാൻ ഒരു കാര്യം പറയട്ടെ അത്രയും കിടിലം മ്യൂസിക് അത്രയും വർക്ക് ചെയ്ത സാധനമാണ് അതിലെ മ്യൂസിക് കിടിലം പോലെ ചെയ്യാൻ പറ്റും ആ ലിറിക്സ് എഴുതിയ പോലെ പറ്റിച്ചത് നമ്മൾ അടുത്ത് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ അടുത്ത് ഇറങ്ങും നമ്മൾ അതിന്റെ വർക്കിംഗ് അന്നിങ്ങനെ ഇതേപോലെ ലിറിക്സ് കൊണ്ടുവന്നിട്ട് ഒരുത്താൻ എന്നെ ഊമ്പിക്കാൻ നോക്കി അല്ല പണി തരാൻ നോക്കി സോറി അന്നെ അന്ന് ഇതേപോലത്തെ ഒരു പാട്ട് തന്നിട്ട് എന്നെ കൂടെ പാടിപ്പിക്കാൻ നോക്കി അടി നന്നാ വരാത്ത പാട്ട് ആരും പറ്റേ മ്യൂസിക് വേറെ ലെവലാണ് അത് വേറെ തന്നെ ക്രിയേഷൻ അത് ആരെക്കൊണ്ട് നല്ല ടോപ്പ് ആൻഡ് ലെവൽ ആൾക്കാരാ എഴുതിയത് എഴുതിയതാണ് പണി കിട്ടിയത് കേക്ക് എഴുതിയാണ് പണി മ്യൂസിക് പ്രകാശ് ഡയറക്ടർ ഞാൻ എത്ര തൊണ്ട വിട്ട് പാടുകടേ മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഇങ്ങനെ അത്ര പോരാത്ത പോലെ ബഫറിംഗ് ആടാ നെറ്റ് ബഫറിംഗ് ആടാ അത് ശരിയാക്കാം നമ്മുടെ ടൗണിലേക്ക് വന്നു ഇതെന്ത് ടൗണാണ് അല്ലാ ഏത് ടൗണാണ് ഇതാണ് ഇവരെ ശരിയായ ടൗൺ ഏതാ അല്ലല്ല എന്നോടാ പിള്ളേരെ ഏജ് നോക്ക് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇച്ചുള്ളി പിള്ളേരാണെങ്കിൽ എനക്ക് ആയി വരുന്നത് ആ അത് അറിയില്ല എന്റെ ആർമീനെ അറിയില്ല അംഗൻവാടി എന്റെ കേസ് എന്താ ഇങ്ങനെ നടക്കൂന്നാ പറയുന്നത് കൊറേ കാലം എന്റെ സാധനങ്ങളെല്ലാം ഇപ്പം കൊണ്ടുപോയില്ലല്ലോ എനക്കറിയോ നീ അതല്ല പിന്നെ നീ ഒരു പബ്ലിക് പരിപാടിയിൽ ഒരു പ്രശ്നം നടത്തിയാണ് കേസ് വന്നത് അപ്പൊ അതിന് ഒരു സാധനം പിടിച്ചതിനോ എനക്കാ തിരിയാത്ത അപ്പൊ സാധനം എടുത്ത് കൊണ്ടുപോയി എനക്ക് തിരിച്ചു കിട്ടാൻ പറ്റില്ല തുരുമ്പെടുക്കാൻ പറ്റില്ല എന്തിനാന്നറിയില്ല അതിന് കൊറേ കാലം കൊല്ലങ്ങൾ അടക്കം വക്കീലെന്ന് പറഞ്ഞ വക്കീലെന്നാ പറഞ്ഞ വക്കീലിനോട് ഞാൻ സംസാരിച്ചു ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് തന്നെ ഒരു മാസമായി ലാസ്റ്റ് എന്താ പറഞ്ഞ എന്തോ കേസ് കോശ ചെയ്യാൻ പറ്റുമോ അതിനെന്തെങ്കിലും പരിപാടി നോക്കാന്ന് പറഞ്ഞു എന്റെ കേസ് അങ്ങനെ ചെയ്യാൻ നോക്കിട്ട് അത് പറ്റൂലെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഇതെന്തായാലും ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോയി അവരെന്തായാലും സാധനം തിരിച്ച് തരൂല എന്തോ ഇതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല കേസിനെ കുറിച്ച് അധികം ലെവലിനോട് പറയണ്ടെന്ന് പറഞ്ഞു കേസ് കാര്യങ്ങൾ വന്നില്ലടാ നമ്മളൊന്നും പ്രതികരിക്കുക നമ്മൾ നിയമപരമായിട്ട് നേരിട്ടാൽ മതി അതാണ് നിങ്ങൾക്ക് നമുക്കറിയാം നമ്മളൊരിക്കലും നമ്മള് ഗവൺമെന്റിനോ നമ്മുടെ സിസ്റ്റത്തിനോ നമ്മള്
ഒച്ചപ്പാടാക്കിയിട്ട് തെറി പറഞ്ഞ കാര്യമില്ല. ഒരു നിയമപരമായിട്ട് പ്രശ്നം വരുമ്പോൾ അത് തന്നെ നേരിട്ട് പറയാലോ. ഞാനൊരു പരിപാടിക്ക് ഇനാഗുറേഷൻ പോയതാണ്, എന്റെ പേരിൽ കേസെടുത്തത്. എന്റെ പേരിൽ ഞാൻ 16 കേസിൽ പ്രതിയാവും. എനിക്കൊരു അറസ്റ്റ് വാറണ്ട് വന്നു. നമ്മളിപ്പം സ്റ്റേയെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നിൽക്കുന്നത് ഒന്നുമില്ല. നമ്മളൊരു പരിപാടിക്ക് പോയി തിരിച്ചു, അതേ ഉള്ളൂ. ഇപ്പൊ കള്ളക്കേസാ അത്. എനിക്കും ജസീലിനൊക്കെ എതിരായിട്ട് കള്ളക്കേസാണ്. പക്ഷെ നമ്മൾ ഈ ഒരു മൊമെന്റിൽ നമ്മൾ പോലീസുകാരെ തെറി പറയാൻ ഒന്നും നമ്മള് കള്ളക്കേസല്ല. എന്റെ കേസ് എന്താ അറിയോ? വളിക്കേസ് അറിയില്ലേ? വാക്ക് നീ ഇവിടെ ഇറങ്ങുന്നേരം പറയണ്ട. ആ വാക്ക് പോലും പറയാൻ പറ്റാന്ന സീനാണ് കേട്ടോ. അത് പബ്ലിക്ക് പറയാൻ തന്നെ, ഇത് ലൈവിൽ പറയുന്നതിന് ചെയ്യില്ല. നമ്മള് സ്റ്റേജ് മേലും കയറി പറയുമ്പോ പിന്നെ വളി ഷഡ്ഡി ഇങ്ങനത്തെ വേർഡ്സിനല്ല ഇങ്ങനെ പേടിക്കുന്നല്ലോ. സംഭവം നീ പറഞ്ഞ ശരി. ഇതെല്ലാം സാധാ മറ്റേ തെറിയായിട്ട് കൂട്ടാൻ കയ്യില് തന്നു, മനസ്സിലായോ? നീ പറഞ്ഞ ശരിയോ? നിങ്ങൾ മറ്റേത് പേടിക്കണ്ട. ഞാൻ ആടെ വന്നിട്ട് ഇപ്പൊ പരിപാടിക്ക് വന്നിട്ട് ഞാൻ എന്തായാലും തെറിയോ ഇങ്ങനത്തെ വേർഡ്സോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പണി തരൂല. അത് ഞാൻ പേടിക്കണ്ട. ഞാൻ ഫുള്ള് ഉറപ്പ് തന്നിട്ട് തന്നെയല്ല വന്നത്. ആ പരിപാടി നമ്മൾ ചെയ്യൂല. ഏത് വാക്ക് കൊടുത്തതിന് അവരെ വാക്കാണ്. ഏത് ഏടാ സോങ് ഏത് ബഫറിംഗ് ഉണ്ടല്ലേ? ഈ ടൗൺ ആയിക്കൊണ്ടാടാ. നമ്മളിപ്പോ വൈഫ് കാണിട്ടോ. എനിക്ക് നെറ്റ് വൈഫ് കാണിട്ടണ്ട. നിങ്ങളെ സിം ഏതാ? എന്റെ പേരെന്താ പറയാ? ഷെമി. വരുന്നുണ്ട്. എന്റെ പൊരക്കാ. ഞാൻ ഇപ്പൊ നിക്കുന്ന സ്ഥലത്താണ്. എന്റെ പൊരക്ക് വരാൻ പറ്റുമോ നമുക്ക് തോന്നുന്നില്ല. കാര്യം കേറ്റൂല. നീ നിക്കുന്ന എവിടെയാണ് അതാണ് നിന്റെ വീട്. എന്നെ തന്നെ കേറ്റുന്നില്ല. അല്ലല്ല എന്നെ കേറ്റുന്നുണ്ട്. അങ്ങനല്ല, അങ്ങനെ ആരെയും കൂട്ടി പൊരക്ക് പോക്കില്ല. എന്റെ ഉമ്മാക്ക് തന്നെ ഓക്കെയാണ്. പക്ഷെ ബാക്കി എന്റെ കുടുംബക്കാരും വീട്ടുകാരൊന്നും ഞാനുമായിട്ട് ഇതില്ല, മനസ്സിലായോ? അങ്ങോട്ട് പോകുന്ന അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓരോ പ്രശ്നമാണ്. ഞാൻ ശരിയാന്ന് നോക്കുന്നുണ്ട്. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന നല്ല ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ നിസ്കാരം തുടങ്ങി, അറിയോ? നല്ലതാണ്. ഒരിക്കലല്ല, കൊറേ കാലമായിട്ട് ഇല്ലാത്തന്ന്. പക്ഷെ ഈ ഇടക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ നമുക്ക് തുടങ്ങണമെന്നുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടം. ഇങ്ങനെ നിസ്കരിക്കലുണ്ടോ? 5 നേരം നിസ്കരിക്കോ? നമുക്ക് ഇന്ന് നിസ്കരിച്ചാലോ? എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ വാതിയിൽ പോയാലോ? അള്ളാഹുവിന്റെ വാതിലേക്ക് പോയാലോ? എന്താ പറയുന്നത്? സ്ഥലം സിറ്റി സെന്റർ. നമ്മൾ പക്ഷെ അങ്ങനെ ആൾക്കാർ മുമ്പിൽ നമ്മള് വലിയ ഒരു എന്താ പറയുക ആ ലെവലല്ല. നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ട്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസം കാര്യങ്ങളുണ്ട്. ഒന്നാമത് എന്താ പറയുക, നമുക്ക് ഇഷ്ടമായി ജീവിക്കാം. നമ്മൾ ആരും ഉപദ്രവിക്കാതെ, ആരെയും ഹേർട്ട് ചെയ്യാതെ, നമ്മൾ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ നോക്കില്ല. പിന്നെ ഒരാൾക്ക് എനക്കില്ലേ, എനക്ക് എന്തിനോട് ചോദിച്ചാറ്, ഈ മതം വിറ്റ് ജീവിക്കുന്ന ടീംസ് ഇല്ലേ, ഇവരോടാണ് എനിക്ക് ദേഷ്യം. മതത്തിനോട് എനിക്ക് ദേഷ്യമില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിനക്ക് വലിയൊരു ഭാഗം ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാർ എതിരും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തല്ല അടി നോക്കിയാ ബഫറിങ് മാറിയാ ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഈ ലോട്ട ടൗണിലേക്ക് വന്ന ഇത് മാറും, ബഫറിങ് മാറും, മറ്റേ നെറ്റ് നല്ല സ്പീഡ് ഉണ്ടാവും. ഓഫീസിലേക്ക് വന്നി നമ്മ കൊറേ നേരത്തെ ആണല്ലേ ഇന്നലെ പറഞ്ഞ സമയത്ത് കൊറേ നേരത്തെ നമ്മൾ നോട്ടിക്ക് എത്തിയത്. ഡോർ ക്ലോസ് ചെയ്യുന്നത് ആൾക്കാരൊന്നുമില്ല, നമ്മൾ കൊറേ നേരത്തെ ഇങ്ങോട്ടാ. ഇതെന്താ എടാ കൊല്ലാൻ എടാ അടിക്കാൻ കൊണ്ടുവന്നേന്നോ കേട്ടാ. അടിക്കാൻ കൊണ്ടുവന്നേന്ന് തോന്നട്ടാ. എന്തോ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്ന സ്ഥലം അവിടെ. ഇത് ഇവിടെ ആളെ എടുത്തേ വിട്ടോ. ഏതാ ഇത്? ഇതാ ഇങ്ങോട്ടോ. അല്ല അങ്ങോട്ടേക്ക് പോവാ. നിങ്ങളെ ഓഫീസ് അത് ക്ലോസ് ചെയ്തു കേട്ടോ. നീ വാ എനിക്കിരിക്കോ നിന്റെ ഒപ്പം നീയല്ല ഇരിക്കോ ഇരിക്കണം ഇരിക്കുവാണ് ഉപസിരിക്കും സക്ലേര് പിടിക്കണം. മൈക്കിൻ്റെ വെച്ചോ.
നീ പിടിച്ചോ, പിടിക്കുന്നതിന് പിടിച്ചെല്ലാം അവിടെ വെച്ചോ, നിന്റെ ഇഷ്ടം. മറ്റേത് വെച്ച നെറ്റ് ഓക്കെ അല്ലേ? ബഫറിങ് ഇല്ലല്ലോ. മറ്റേ ഫോണ് വിട്ട നിങ്ങള് ഓണറാ? അപ്പൊ ഇതോ ആക്ച്വലി ഇവനാണ് ഞാൻ ഓണർഷിപ്പിനും ഇവനാണ് ഇവിടെ നിന്നിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. ഇവനെ ആക്ച്വലി പിന്നെ കുറെ കാലം മുമ്പ് എൻ്റെ അടുത്ത് പ്രൊമോഷൻ ചോദിച്ചു വന്നു ഈ ഒരു സ്ഥാപനത്തിൽ. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരനല്ലടാ, ഞാൻ നമ്മളെ ഏറ്റെടുത്ത് ഇങ്ങനെ തന്നെ തുടങ്ങിയ സ്ഥലമാണ് ഇത്. ഞാൻ ഇവനാണ്. അപ്പം എനിക്കിപ്പോ കാനഡയിലേക്ക് എത്തണം. ഇവിടുത്തെ ഈ നെറ്റ് ഇതെല്ലാം കാണുന്നില്ല. എനിക്ക് ഇവിടെ IRL സ്ട്രീം, എനിക്ക് പുതിയ കുറച്ച് പ്ലാൻ ഉണ്ട്. എനിക്ക് IRL സ്ട്രീം ചെയ്യണം. ഇങ്ങനെ നല്ല നെറ്റും എല്ലാ സമയവും ലൈറ്റും കാര്യങ്ങളും ആൾക്കാരിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലെ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി അല്ലാണ്ട് എഡ്യൂക്കേഷൻ സീനില്ല. ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അത് സീനാ. അത് പറ. ഞാൻ 10ാം ക്ലാസ് എഴുതി എടുത്തിന്, പക്ഷെ വേറെ ആയിട്ട് എഴുതി എടുത്തേ. നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് പ്ലസ് 1 നമുക്ക് ഇത് ഓൺലൈൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. പ്ലസ് 1 എടുക്കണോ? നേരെ നമുക്ക് പോകാൻ കഴിയില്ല. പ്ലസ് 1 അതിന് പണ്ടത്തെ പോലെ 1 കൊല്ലം 2 കൊല്ലം കിട്ടുന്ന മോഡൽ ഓൺലൈൻ ചെയ്ത് 6 മാസം എടുക്കണം. അപ്പൊ ഇനി 6 മാസം കഴിഞ്ഞാൽ പോകാൻ കഴിയോ? ഞാൻ പറഞ്ഞോട് നീ ഒരു 6 മന്ത് ഇല്ലേ, 6 മന്ത് നീ ഒന്ന് സീരിയസ്ലി 6 മന്ത് അതിന്റെ അറേഞ്ച്മെന്റ്സ് വേണം ചെയ്തു തരാം. 6 മന്ത് എല്ലാ അറേഞ്ചും നമ്മൾ ചെയ്തു തരും. അതെ, എനിക്ക് ഇവിടുന്ന് കയറി പോകേണ്ട എല്ലാ സമയത്തും ആക്കി തരും. നമുക്ക് 1-2 മാസത്തിനുള്ളിൽ പോകാൻ കഴിയില്ല. ഇപ്പൊ 1 മാസം നെക്സ്റ്റ് ഇൻടേക്ക് ആണ് വരുന്നത്, ജാനുവരി. ആ ജാനുവരി ഇൻടേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഒക്ടോബർ സെപ്റ്റംബർ വിട്ട ടൈം കോഴിപ്പണിക്ക് പോയാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അല്ലാണോ അറിയാലോ. ഞാൻ വിചാരിച്ച് അപ്പം ഇംഗ്ലീഷ് അറിയാം. IELTS ഞാൻ അറിയോ, IELTS എടുക്കുവാണെങ്കിൽ നമുക്ക് നേരെ കയറി പോകാൻ. പ്ലസ് 2 ആണെന്ന് നിർബന്ധം. ഞാൻ പ്ലസ് 2 തന്നെ പറഞ്ഞിട്ട് പ്ലസ് 2 എനിക്കില്ലേ ഈ എന്താ പറയുക, എനിക്ക് 6 മാസം കൊണ്ട് എനിക്ക് പ്ലസ് 1 പ്ലസ് 2 എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ല, 6 മന്ത് കൊണ്ട് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിൽ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ അതൊന്നും വേദന നമ്മൾ A-Z കാര്യങ്ങൾ ചെയ്തരാം. നമ്മൾ എല്ലാ സർവീസും കൊടുക്കും. ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. എല്ലാ സർവീസും എന്ന് പറയുമ്പോൾ പറയുന്നത് നമ്മൾ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോകുന്നില്ല. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് കാണുന്നുണ്ട്. അപ്പം പല സ്റ്റുഡൻസും പെട്ട് കിടക്കുന്നുണ്ട്. കുറെ ആൾക്കാരെ കൊണ്ട് ഇവർ കൊടുക്കുന്നുണ്ട് കുട്ടികൾ. ഇവിടുന്ന് പല പേരിലും പോയിട്ട് നമ്മൾ തന്നെ ഒരുപാട് കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ട്രെയിനിൽ ഒരുപാട് സ്ഥലത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാം. അതാണ് ഞാൻ ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയത്. അപ്പൊ ഇതിലെ ഒരു കാര്യം, നമ്മൾ വഴി വന്ന ഒരാൾ പോലും നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അറിയാലോ, ഞാനാണ് മുമ്പിലേക്ക്. അപ്പൊ എനിക്കല്ല വിഷമം വരുന്നത്. പൈസന്റെ കാര്യത്തിൽ പല ആൾക്കാരും പൈസ മേടിച്ചിട്ട് പറ്റിക്കുന്നത്. നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ 100% പക്കയായിരിക്കും. ഇവൻ UK പോകുന്ന, അവിടെ സെറ്റിൽ ആകാൻ പോകുന്ന. ഇവൻ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ മറ്റോ നോക്കും, ഇവൻ അവിടെ നോക്കും. ഞാനിപ്പം കാനഡ പോകുന്നു, അടുത്ത ആഴ്ച പോകും. ഡൊമസ്റ്റിക് തന്നെ ഇപ്പൊ 10-100 സീറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫ്രീ ആയിട്ട് എല്ലാ സർവീസും കാര്യം ചെയ്യട്ടെ. ഈ പഠിച്ചിട്ടല്ല അവിടെ പോകുന്നത്, അവിടെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ തന്നെ ഫുൾ ടൈം കുറെ കാലം നിൽക്കാനല്ലേ. നമുക്ക് അവിടെ പോയി 1-2 മാസം നിന്നിട്ട് വരാനുള്ള പരിപാടി ആക്കി തരുമോ? അങ്ങനെ ആക്കാൻ പറ്റില്ലേ? അതിന് പ്ലസ് 2 എടുക്കണം വേണ്ടാലോ അല്ല? അങ്ങനെ ചെയ്താ പോരെ? അത് മതി, അങ്ങനെ മതി അല്ലേ? പാസ്പോർട്ട് ഉണ്ട്. ഇത് കൊടുക്ക. ഇത് ഓൻ പറയും വേറെ വെച്ച. പിന്നെ അവിടെ നീ മൊത്തം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കണേ. ഇവനാണ് എന്റെ എല്ലാ സാധനവും, എല്ലാം ഇടക്ക് പോകാനുള്ള കാര്യങ്ങൾ, എന്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എല്ലാം ചെയ്യുന്നില്ല. എന്ത് അതാണ് അത് ഗെയിമിലുള്ള, അത് റിയൽ ലൈഫിലല്ല, അത് കാസ്ട്രോ, അത് ഗെയിമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളോ. റിയൽ ലൈഫായിട്ട് വന്നോന്നില്ല. അങ്ങനെ നിന്റെ സ്നേഹമുണ്ട നിന്നെ പൊക്കിയങ്ങ് ഇവിടെ വെക്കിയത്, സ്നേഹത്തിന്റെ തലതൊട്ടപ്പനാക്കിയത് നിന്നെ. ഇവന് സ്നേഹം കൂടുതലാണ്, അതായത് ഇവന്റെ പ്രശ്നം. എല്ലാവർക്കും ഓവർ സ്നേഹം ഭാര്യ പതറും, കിഡ്നി വരെ കൊടുക്കാന്ന് പറയും ആർക്കും ആണെങ്കിലും. അതാണ് പൊട്ടത്തരോ. എന്തെന്ന് എന്താടാ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തില്ലേ? ഇത് കൊടുത്തില്ലേ? ഞാൻ കൊടുത്തില്ലേ? എന്താ പറയണ്ടേ? എന്താ പറയാ, ഒരുപാട് ആൾക്കാര് നീ ഇവിടെ വരുന്നതിനെ എതിർക്കുന്നുണ്ട്, നീ കുട്ടികളെ വഴിതെറ്റിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ ആരെയും വഴിതെറ്റിച്ചു? എനിക്ക് തോന്നില്ല ഞാൻ ആരെയും വഴിതെറ്റിച്ചിന്. നമ്മളെ സാധാ റിയൽ ലൈഫിൽ സാധാ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഞാൻ അവിടെ വന്നിട്ട് ഈ അങ്ങനത്തെ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന് പ്രശ്നം. എനിക്ക് ഓക്കെ, ഞാൻ ലൈവിൽ തെറി വിളിക്കുന്ന ഇതെല്ലാം ഓക്കെ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ അന്ന് അവിടെ വളാഞ്ചേരി വന്നിട്ട് പറഞ്ഞ വേർഡ് അത്ര വലിയ ഇതാണെന്ന് എനിക്ക് തോന്നില്ല.
ആ വേർഡ് പോലും പറയാൻ പറ്റില്ല. മല്ലു വരെ പറയുന്ന ആ വേർഡ് വരെ ഇടാൻ വെച്ച് പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ലോജിക്ക് എന്താ. ഇല്ലില്ല ഇല്ലില്ല വലിയ ഇടക്ക് വലിയ ഉണ്ടാവും. വേറൊരു സാധനം ഇല്ലില്ല, ഒരു പരിപാടിയില്ല. അത് ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പുതിയ ഒരു IRL സ്ട്രീം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങുന്നുണ്ട്. അതായത് എന്റെ 24 hours ഞാൻ സ്ട്രീം ചെയ്യാൻ പോയി. മനസ്സിലായി? അതായത് ഞാൻ കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്, ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഈ തുള്ളി നിൽക്കുന്ന എന്തെങ്കിലും അടിച്ച് കയറ്റിയിട്ട് ഫുൾ പവറായിട്ട് അങ്ങനെ എന്തെങ്കിലും ആവുന്ന ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പൊ ഞാൻ IRL സ്ട്രീം എന്ന് പറഞ്ഞൊരു പരിപാടി, IRL സ്ട്രീം നമ്മൾ റിയൽ ലൈഫില്ലേ, നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ഇപ്പൊ വ്ളോഗ് ചെയ്യുന്നില്ലേ, അത് നല്ല ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് ബടക്ക് ഭാഗം എടുത്ത് കട്ട് ചെയ്ത് മാറ്റൂലേ, അതില്ലാണ്ട് ഒരു ഫുൾ ഡേ 24 hours ഞാൻ എന്താ ചെയ്യുന്നത്, എന്റെ ഉറങ്ങുന്ന അടക്കം ഞാൻ ലൈവ് ചെയ്ത് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ആൾക്കാർക്കുള്ള സംശയം ഞാൻ എന്തെങ്കിലും അടിച്ച് കയറ്റുന്നുണ്ടോ, അതോ ഇവ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നതാണോ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അത് മൊത്തം ഞാൻ ലൈവായിട്ട് ഒരുപാട് പേര് നമ്മുടെ സ്ഥാപനം തകർക്കും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും, ഒരുപാട് തരത്തിലുള്ള ഭീഷണി. കുറച്ച് സമയം കഴിഞ്ഞാൽ വന്നിട്ട് കാണാനോ. ഇതിപ്പം ഇവരാൾ പേടിച്ചിട്ട് എന്നോട് പറഞ്ഞു 1.5 മണിക്കൂർ മുന്നേ വാന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ വന്നോണ്ട് രക്ഷപ്പെട്ടു. വേഗം ഓടണം, നമ്മ പറഞ്ഞ ടൈം സ്റ്റിൽ ആയിട്ടില്ല, വേഗം ഓടണം. ഞാൻ ഓടും, അനക്ക് കൊള്ളു. ഇവിടെ ഇല്ല ഒരു കാര്യം പറ്റാ, സോഷ്യൽ മീഡിയയില് കുറയ്ക്കുന്ന ആൾക്കാരല്ലേ റിയൽ ലൈഫിൽ പൂച്ചെടുക്കും. അവിടെ അത് ഒച്ചപ്പടക്കം ഒരാളെ പോയി തയ്ക്കാൻ പറ്റും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇവരുടെ ടീമാണോ? പരിചയപ്പെട്ടിക്കണോ? നമ്മുടെ ടീമാണ്. ഓക്കെ, നമ്മുടെ സക്ലേനാണ് ആക്ച്വലി നമ്മുടെ സ്ഥാപനത്തിന്റെ ഫേസ്. ഒക്കെ നമ്മുടെ നാട്ടുകാരും ചൈൽഡ്ഹുഡ് സുഹൃത്തുക്കളുമാണ്. മുത്താണ് അവിടെ ഭാഷയുണ്ട്. ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. ഞാൻ അതിൽ ഇവനെ ഭംഗിയായിട്ട് നമ്മുടെ ഇവരുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് അവിടെ നെറ്റ്വർക്ക് അല്ല എന്ത് എന്തിന് ഇങ്ങനെയാ, ഇതാർക്കും വേണ്ടിട്ടാ എടുക്കാം എന്തല്ല ഇങ്ങനെ എടുത്ത സ്റ്റാഫാ, എന്താ പേര്, എന്ത് ഇവന്റെ പങ്ക് എങ്ങനെ, ഇവന്റെ വൈഫാ, ഇതല്ല മുബാഷ്, കൊറേ ഗേൾസ് ഇതിനുള്ളില്. നിങ്ങൾ മംഗലാപുരത്ത് നിന്ന് ആരോ വരുന്നെല്ലാം പറയുന്നോട്ടെ, സ്റ്റുഡൻസ് അങ്ങനെ എന്തോ വരുന്ന അത് പുറത്തുണ്ടെന്ന് തോന്നുന്നു. പുറത്തുണ്ടോ? നമ്മൾ അഡ്മിഷൻ ചെയ്ത പിള്ളേരാണ്. നമ്മളില്ല, നമ്മൾ ഇരുട്ടി മാത്രമല്ല സർവീസ്, നമ്മള് കേരളം മൊത്തം ലോകത്ത് എവിടെയാണെങ്കിൽ നമ്മൾ സർവീസ് സീറോ കോസ്റ്റിലത്. ഡൊമസ്റ്റിക് നമ്മൾ 5 വയസ്സ് നമ്മൾ സർവീസ് ആണെന്ന് പോകുന്നില്ല. നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ അറേഞ്ച് ഒക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാത്തിനും. അപ്പൊ ഓക്കെ, പിന്നെ എന്റെ കാര്യങ്ങളും പറഞ്ഞോ. അഡ്മിഷന്റെ ഈടെ വന്നിട്ട് നമ്മില്ലേ, നമ്മ ആടെ പോയിട്ട് സംസാരിക്കാൻ ഈടെ ആയാലും കൊടുക്കേണ്ടത് ഫയലും കാര്യങ്ങളല്ലോ. അല്ല അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഓടി തന്നെ കാണുമ്പോ തന്നെ അങ്ങോട്ടേക്ക് പോയാൽ ഇങ്ങനെ എന്തോ അത് കണ്ണൂരിലെ എന്നോട് പറയുമ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ആടെ അവരെ കാര്യങ്ങളൊക്കെ സംസാരിക്കും, അവർക്കുള്ള ഹെൽപ്പുകളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അടുത്ത വള്ളി പിടിക്കാൻ പോവാന്ന് പറയുന്നുണ്ട് ചാറ്റിൽ വരുന്നത്. ഞാൻ ചാറ്റ് ഓഫ് ആക്കി ഇടാട്ടാ, അത് ഏറ്റവും നല്ല ചാറ്റ് വായിക്കണ്ട, അതാ ഏറ്റവും നല്ലത്. അത് ഒന്നുകൂടി ഞാൻ പറയട്ടോ, ഈ വള്ളി പിടിക്കലൊന്നുമില്ല. കഴിഞ്ഞ പരിപാടി ഞാൻ പറഞ്ഞില്ല, ഞാനൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് നീ ആദ്യമായിട്ട് പൊതുപരിപാടി പോകുന്നത് അവിടെ ഫസ്റ്റ് ഞാനിപ്പോ ഒരു പൊതുപരിപാടി പോകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ എന്താണ് അറിയാം, എന്താണ് പറയണ്ടത്, നമ്മളെ കുറെ വർഷമായിട്ട് ഇപ്പില്ല. അപ്പൊ നിന്റേതായ ഒരു ക്യാരക്ടർ കൊണ്ട് ഒരു റൂമിൽ നിന്ന് സ്ട്രീമിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിന്നെ പിടിച്ച് വരുന്ന പൊതുപരിപാടി കൊണ്ടുവന്നപ്പോ ഫോണും തിരിച്ചു നോക്കട്ടെ, ഇങ്ങനെയല്ല. ആ പറ. അതായിരിക്കും നീ അവിടെ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. പിന്നെ പെട്ടെന്ന് ഒരാൾ കയറി ഫേമസ് ആകുമ്പോൾ എന്താ ഉണ്ടാവണം. അങ്ങനല്ല മറ്റേ കുട്ടി വന്നിട്ടോ മംഗലാപുരത്ത് താഴെ കോണ്ടാക്ട് ചെയ്തിട്ട്
പോവാതെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഓക്കെ അല്ലേ എപ്പോഴും നാളെ നേരം വിട്ടു തിരിക്കുമ്പോ ഡയറക്റ്റ് കാണുന്നില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ഈ ഡോക്യുമെന്റ്സ് കൊടുക്കാൻ വേണ്ടി വന്നേന്ന്. മൊത്തം സാധനം കൊടുത്ത് ഞാൻ 1-2 മാസത്തിനുള്ളിൽ എങ്ങനെ കാനഡയിലോ യു കെയിലോ ഒക്കെ UK അല്ല കൺഫേം, UK കൺഫേം അല്ലേ? UK എവിടെയെന്ന് വെച്ചാ പോകും. UK പോകണം എന്നല്ല എന്റെ ഇത്. എനിക്ക് പഠിക്കാൻ പോകണം, പഠിക്കാൻ പോലല്ല എന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അയാൾ സ്ട്രീം ചെയ്യലാണ്. ഇങ്ങനെ എവിടെയൊക്കെ പോയിട്ട് നല്ല ആവശ്യമുണ്ട്. അവിടെ ഇവിടുത്തെ പരിപാടി ആയിരുന്നില്ലേ? പള്ളി പോയാലോ? നിസ്കരിച്ചാലോ? ഇവിടെ നിസ്കരിക്കാൻ സ്ഥലമുണ്ടോ? അവസാനം എനക്ക് വന്ന് ഇരുട്ടിലുള്ള ഷാക്കിറാന്ന് എന്നെ നന്നാക്കാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ ഒരാളെ കാത്ത് നിൽക്കുകയാണ്. എന്നെ നല്ല പാതയിലേക്ക് നയിക്കാൻ വേണ്ടി ഒരാളെ ഞാൻ കാത്ത് നിൽക്കുന്നുണ്ട്. ഇരുട്ടിയിലുള്ള ഷാക്കിറാന്ന് തോന്നുന്നു എന്നെ നന്നാക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ചു വെച്ചത് നിസ്കരിക്കാം. ഞാൻ ഇമാമക്ക് അല്ല, നിങ്ങൾ ഇമാമക്ക് എവിടെ പള്ളി വീട് നിസ്കരിക്കാം. പള്ളി പോണം. പള്ളിയിലേക്ക് ഇതെല്ലാം എടുത്ത് കയറുന്നത് ഭയങ്കര മോശം. പരിപാടി പോകുമ്പില്ല. ഇതിന് ടൗണിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് ഇന്നാട് പോയി അവിടെ എന്തേ വേറെ വേറെ വെയിറ്റ് ബാങ്ക് കൊടുക്കുന്നത് മുണ്ടാടിക്ക് ബാങ്ക് കൊടുക്കുന്നത്. ഇവിടെ എന്താ പരിപാടി പറ? ഇതിലുള്ള സാധനം ഇതാണ് നമ്മുടെ ബ്രോഷർ. ആക്ച്വലി എന്റെ ഫോട്ടോ ഉള്ളത് ഇതാണ് നമ്മളുടെ സർവീസ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കില്ലേ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ക്യാമ്പസ് വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അവർ അക്കോമഡേഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഫ്രീ ആട്ടോ. ഇവിടെ നമ്മളൊരു വണ്ടിയിൽ കുട്ടികളെ കൂട്ടിയിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ ആള് നിൽക്കുന്ന ഇവരുടെ പേരെന്നറിയോ? ഞാൻ ഫസ്റ്റ് എന്താ വിചാരിച്ചറിയോ? വലിയ ട്രാവലറെല്ലാം കണ്ടപ്പോ എന്റെ വിചാരം അറിയോ? എന്തോ പേരെന്തോ ഇങ്ങനെ മറ്റേ ഗിരിധർ അങ്ങനത്തെ പേര് ഒരു മാസ് പേരാണ്. ലാസ്റ്റ് നോക്കുമ്പോ നമ്മളെ ഇപ്പുറത്തുള്ള അസർഫിന്റെയും ജമാലിന്റെ എല്ലാം പേര് പോലത്തെ ഒരു പേര് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് ലൈവ് ഇപ്പോൾ എല്ലാം എന്റെ വർക്കിൽ കയറില്ലേ? ലൈവ് ഓഫ് ആക്കിയിട്ട് സീക്രട്ട് ആയിട്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ലൈവ് ഇട്ട് എല്ലാവരും എന്റെ വർക്കിൽ കയറില്ലേ? വീടിന്റെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാണെന്നാ പോരാ. എടാ എന്റെ പുറക്ക് ഗേറ്റ് വരില്ല എന്നറിയോ? ഞാൻ എന്റെ പുറക്ക് എന്റെ ഒരുപാട് ഫോളോവേഴ്സ് കാണാൻ പറ്റും. എല്ലാവർക്കും ഓൾവേസ് വെൽക്കം. കുടിക്കാൻ പറ്റില്ല, കാണുന്നില്ല. ചൂടില്ല, അണ്ണാൻ കുടിക്കുന്ന പോലെ കാണുന്നില്ല എന്റെ സൗണ്ട്. ചൂടുള്ള ചുക്കാപ്പി കിട്ടോ? ചുക്കാപ്പി ഉണ്ടോ? അത് കൊടുത്തോ. ചുക്കാപ്പി എന്ന് പറയുമ്പോ കുഴപ്പമില്ല, കുഴപ്പമില്ല. നമുക്ക് വെള്ളം കാണുന്നില്ല. അവിടെ ഞാൻ കുടിച്ച സൗണ്ട് ഫുള്ള് പോകൂലേ? കുടിക്കണ്ടാലോ. ചൂടുള്ള എന്തെങ്കിലും തന്നാ മതി. ചുക്കാപ്പി ഞാൻ വെറുതെ തമാശ പറഞ്ഞത്. ഏതാ ഫോണ്? ഏതാ ഫോണാണ്? ഷോപ്പ് കാണിക്കാൻ പോയത് അടുത്ത ഫോൺ എടുത്തിട്ട്. ഗോൾഡാ? ശരിക്കും ഗോൾഡ്? റിയൽ ഗോൾഡാ? ക്യാമറ പൊട്ടിന്നല്ല. എനക്ക് ഞാൻ കൊറേ സ്ഥലത്ത് പോകാൻ പ്ലാൻ ഉണ്ട്. പ്രോമിസ് ചെയ്യണോ? അല്ല ദുബായിൽ കൊണ്ടുപോകാം. ദുബായിൽ വരാനാണ് പറഞ്ഞത്. ഞാൻ വെറുതെ പറയുന്നില്ല. എത്ര ദിവസത്തേക്ക്? എത്ര ദിവസം പോകണ്ടേ? 3 ദിവസം 4 ദിവസം ഒരാഴ്ച പറഞ്ഞു. ഒരാഴ്ചത്തേക്ക് തന്നെ ദുബായിൽ കൊണ്ടുപോകാം. ലൈവ് ചെയ്യാം. അവിടെ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നല്ല നൈസ് ആയിരിക്കും ദുബായിലേക്ക് പോകണം. ഉറപ്പല്ലേ? ലൈവിലല്ല പറയുന്നേ.
വരുമ്പോ എനിക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. എന്റെ പേര് ഷാക്കിർ എന്നായിക്കൊണ്ട് ഒക്കെ ഒരു പേടിയുണ്ട്. വേറെ എന്തെങ്കിലും പേരാണെങ്കിലും ഓക്കെ. എന്നോട് മാത്രമല്ല എല്ലാവരും ട്രാവലിംഗ് ആയിരുന്നു നമ്മൾ പറഞ്ഞ എടാ കുറെ പിള്ളേരുണ്ടോ? ലൈവിന്റെ സൗണ്ട് കേൾക്കുന്നത്. എടാ ഞാൻ ഈടുന്ന് സംസാരിക്കുന്നില്ല, പിന്നെ ഞാൻ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും കുറച്ചിട്ട് ഇറങ്ങും, തിരക്കൊന്നുമില്ല, നല്ല പോയാൽ മതി. ചാറ്റ് വായിക്കാം എന്താ പറയുന്നത്? ചാറ്റ് വായിച്ച റിപ്ലൈ കൊടുക്കാം കേട്ടോ. റിപ്ലൈ കൊടുക്കില്ല, ചാറ്റ് വായിക്കട്ടെ വെറുതെ. ഇപ്പൊ എത്ര മിനിറ്റ്? 30 മിനിറ്റ് ഇല്ല. ചാറ്റ് സ്റ്റക്കാണ്. എടാ ഫോൺ തരുമോ? ചാറ്റ് നോക്കാൻ. വീഡിയോ സ്റ്റോറി ഇതെന്താ? ഓ ചാറ്റ് ഫുൾ ഡബ്ല്യു. എടാ ചാറ്റ് ഇതെന്തിനാ ഡബ്ല്യു ആണ് നിങ്ങള്? ഇവിടെ ഡബ്ല്യൂക്ക് മാത്രം എന്തെങ്കിലും കണ്ടേ? ഈ മൂഡ് കണ്ടിട്ടാ? ഈ മൂഡിലുള്ള ഡബ്ല്യു ആ? ഈ മൂഡിലുള്ള ഡബ്ല്യു എടുക്കുന്നത്? ചാറ്റ് മൊത്തം ഡബ്ല്യു മല്ലു ഡബ്ല്യു. നിങ്ങക്ക് ഇത്ര മാത്രം ഡബ്ല്യു ഇടുന്ന എന്താ മുത്ത? അവിടെ ഫുള്ള് ഡബ്ല്യു, നിക്കാത്ത ഡബ്ല്യു. പിന്നെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്റെ സ്ട്രീമിൽ പൊതുവെ വരുന്നൊരു സാധനമാണ്. എന്റെ സ്ട്രീമിൽ എന്നല്ല, പൊതുവെ ലോകത്ത് കുറെ സ്ട്രീമേഴ്സിന്റെ ചാറ്റിൽ വരുന്നത് നല്ല കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടുള്ള ആരും അന്ന് തുറന്നതിന് സൗണ്ടാ. ഒരു കാര്യം ചെയ്യാം, അല്ല ഇവിടെ പരിപാടി ഒന്നില്ല, ഞാൻ പോട്ടെന്നാ. എന്തല്ലേ സ്റ്റുഡൻസ് ആയോ? സ്റ്റുഡൻസ് നിങ്ങള് സംസാരിച്ചു പോണെങ്കിൽ സംഭവം വെച്ചാൽ ഇപ്പൊ ഓൾറെഡി നമ്മൾ 100 സ്റ്റുഡൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ജാനുവരി ഇൻടേക്കിലേക്ക് നമുക്ക് സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എറ്റ്നോളായിട്ട് കോൺടാക്ട് ചെയ്യാൻ മതി. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മളെ പേജും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതെല്ലാം കോൺടാക്ട് നമ്പർ കാര്യം കൊടുക്കുന്നത്. കോൺടാക്ട് ചെയ്താൽ പിടിക്കണം. നിങ്ങളെല്ലാരും നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ആക്കണ്ടല്ലോ. ഇത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ? ഓക്കെ നല്ല മോനായിട്ട് കിട്ടും. ഓക്കെ അല്ല പോലീസാ? മറ്റേ ഇംഗ്ലീഷ് കഫേയിലുള്ള മറ്റേ അബ്ഷീദ് അല്ലേ ഇത്? അല്ലേ ഓളെ പള്ളിയിൽ കാണാന് എന്തെന്ന്? എടുക്കാം. ബിഗ് ഫാൻ. ഞാൻ എല്ലാ വീഡിയോ കാണലുണ്ട്. ഏതിലാ? ബോംബെയില് ഇതെന്താന്നറിയോ? ഇതറിയില്ല. ഇതെങ്ങനെ കണ്ടിട്ടെന്താ തോന്നുന്നത്? ഇത് കണ്ടിട്ടെന്താ തോന്നുന്നത്? ചില്ലറ ഇട്ടതെല്ലാം പറയാ. ഇത് ഡബ്ല്യൂ വിന്ന്. ഓക്കെ അല്ലേ?
നമുക്ക് പുറത്തിങ്ങനെ നിന്നാലോ? നിന്നോളൂ. ഫോൺ അടിക്കുന്ന കുറെ കുടുംബക്കാരെ മൊത്തം കുടുംബ സംഗമം നടത്തിയാന്ന് ഇവനിവിടെ കാണാനായിട്ട് മസ്കറ്റ് വന്നില്ല. എന്നെ കാണാനായിട്ടാ മസ്കറ്റ് വിശ്വസിച്ച് നിങ്ങളെ മുഖത്ത് തന്നെ ഉണ്ട് സത്യാന്ന്. തീർച്ചയായും അപ്പൊ എല്ലാം ഇവന്റെ ഇത് പെങ്ങളെ മോനായിരിക്കും അല്ല? പെങ്ങളെ മോനല്ലേ? അല്ല ഞാൻ പറഞ്ഞില്ല, ആർക്കറിയാം ഓനോന്റെ മൊത്തം കുടുംബക്കാരെയാണ് ഇവിടെ വെച്ചിട്ട് വേറെ ആരും വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നു. ഏതിലാ ഫോട്ടോ എടുക്കുന്നത്? ഇതിലാ? ഫുൾ ഫ്രെയിം. അല്ല നീ ക്യാമറ പിടിക്കോ? ഇതാക്കുന്ന പിടിച്ചോ. അവിടെ ചാറ്റ് നോക്കാൻ പോണോ? ചാറ്റ് പോണോ? ഒന്ന് ചാറ്റ് എടുത്തോളാം. അതല്ല പുറത്തിറക്കിട്ടാ എടുത്തോ പോണ അടുത്തരാ. എങ്ങനെ പുറത്തിറങ്ങുക? നമുക്ക് ഇതിലെ കൂടി ഇല്ലേ ഇറങ്ങാം. വണ്ടി റെഡിയാണ്. വണ്ടി എന്ത് നീ മാത്രം പേരെന്ത്? സൽമാനാ? നീയാ മറ്റേ സൽമാൻ? സ്കൂളായിട്ട് വരുന്നല്ലേ? പ്ലസ് ടു ആ? ഇപ്പത്തെ പിള്ളേരിലെ കണ്ടാ പറയുന്നല്ലേ പ്ലസ് ടു ആണ്. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒരു കാര്യം പറട്ടെ, ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഇവിടെ പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പോവാം. എടാ സ്പീക്കർ ഉണ്ടാടാ, സ്പീക്കർ എടുത്തില്ല? എടുത്തില്ലല്ലോ. ഇങ്ങോട്ടാ ഫോണാ ആ എടുക്ക വാ. ഇത് ആ ഇരുന്നോ. എന്തിനാ എല്ലാരും സമ്മതം ചോദിക്കുന്നേ? ഇരുന്നോ. ഇപ്പൊ ഒന്നടിച്ചേ. ആവശ്യമില്ലാണ്ട് എന്താ പറയുക? നീ ഇട്. അല്ല ഞാൻ അറിയാം, ഞാൻ അണിച്ചില്ല. നിങ്ങൾ ഇരിക്കുക. എവിടെ പിടിച്ച ഇതൊന്ന് പിടിച്ച ക്യാമറ പിടിച്ച. ആരോടെ കിട്ടുന്നില്ല. ആ ഓക്കെ ഓക്കെ അല്ലേ?
ഇതാരാ എന്റെ പേരെന്നാ? ജസ്നയാ? നീ പ്രോപ്പർ മലയാളി തന്നെയാ? എന്തെങ്കിലും മിക്സ് ഉണ്ടാ? എന്നെ കണ്ടിട്ട് കറക്റ്റ് മലയാളിക്ക് തോന്നില്ല, എന്തോ മിക്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇതാരാ? നീ ഏതാ? അതിന്റെ മുത്തുന്നാ? ഇതേതാണടാ? ഇത് സാധനോടെ ഇന്റെ കുത്ത് തന്നെയാ. നീ എങ്ങനെ ഇവിടെ എത്തിയ? നീ ഇങ്ങനെ ആരും വെച്ച് കടത്തി വിടുന്നില്ലല്ലോ. ഇങ്ങനെ എന്നെ കുത്തിക്ക് എങ്ങനെ ഇവിടെ എത്തിയ? അതിനിടക്ക് മുബാസ് കിട്ടതാ. എടുക്ക, ഞാൻ പറയാം എന്നാ പറയുന്നത്. ആരാ ഇനി ഇങ്ങനെ വിളിച്ചിടങ്ങാറാക്കുന്ന ആരാ? ഹലോ, ഇതാരാന്ന്? ഷാഫി? ഹലോ, ആരാന്ന്? അഫ്സലുണ്ട്, ഇവിടെ ഉണ്ട്. അഫ്സലിവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഹലോ വെച്ചിട്ട് പോയി. അച്ചട്ടെ? ഹലോ അച്ചട്ടാ, പറ അച്ചട്ടാ. പേര് നോക്കടാ ഒരുത്തന്റെ, അച്ചട്ട പോലും. ഈ പേര് വെച്ചിട്ട് എനിക്ക് പെണ്ണ് കിട്ടോടാ. ഹലോ അച്ചട്ടാ, ഹലോ പറ അച്ചട്ടാ. അഫ്സലിവിടെ ഉണ്ട്. അഫ്സലിവിടെ വേറെ കേസിന് പിടിച്ചു വെച്ചിട്ടുള്ളേ. നിന്റെ ശരിക്കും പേരെന്നാ? പിന്നെ എന്തിനാന്നടാ അച്ചട്ടാന്ന് വിളിക്കുന്നത്? എന്ത് വൃത്തിയായിട്ട പേരാന്നടാ? പിന്നെന്തിനാ അച്ചട്ടാന്ന് വിളിക്കുന്നത്? ഓക്കെ എന്നെ വിളിക്കുന്നു. അതിലേക്ക് പോകണം വിളി. വിളിക്കുന്നു. എന്നെ പണിയെടുപ്പിച്ച് കൊല്ലാൻ നട്ടാ നീ ഇവിടെ വന്ന മുതൽ തന്നെ. ഞാൻ അറിയുന്നത് എനക്ക് ഞാൻ അറിയില്ലോ. പിന്നെ നീ പറഞ്ഞോ പേജ് ഫോളോയും പറയുന്നുണ്ട്. നീ പറഞ്ഞോ മൈക്കുണ്ട്, ഇത് മൈക്കാൻ പറഞ്ഞോ. ഞാൻ പറഞ്ഞ എനിക്ക് പ്രൊമോഷനും പരിപാടിയും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇവിടെ എന്റെ ആവശ്യത്തിന് വന്നത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രൊമോഷനോ മറ്റേ ട്രോൾ ചെയ്യാൻ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അല്ല ഞാൻ ചെയ്യലില്ല, കൊണ്ട് എനിക്ക് ശീലമില്ല. നമ്മള് വേൾഡ് വൈഡ് മൊത്തം ചെയ്യുന്നുണ്ട്. ഓരോ കൺട്രീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാമ്പസ് ഏതാ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കൺട്രി ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് നമ്മൾ ചെയ്തിരുന്നു. അതിന് കൂടാതെ തന്നെ ആഫ്റ്റർ സ്റ്റഡീസ് ഈ 1 year പ്രോഗ്രാം, പ്യൂർ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മളൊരു വർക്ക് വിസയും കൂടി പ്രൊവൈഡ് ചെയ്തു കുട്ടികൾക്ക്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്ത സർവീസും കാര്യം എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ എക്നോളജ് സ്റ്റഡീസിന്റെ പേജ് ഫോളോ ചെയ്യാൻ, അതിന്റെ കോൺടാക്ട് നമ്പർ അല്ല നിന്റെതോ? ഇവിടെ ഉണ്ട്. ഇവിടെ പോവാനും പെടുന്നില്ല. ഇതെന്നാ ഇവിടുന്ന് ഇവിടെ ചെയ്യാനൊന്നും ഇല്ലടാ. ഒരു കാല് സ്ഥലമാടാ, ഒന്നും ചെയ്യാനില്ല. നമുക്ക് എവിടെയും പോവാ, എന്ത് ചെയ്യാൻ പോവാ? ഒരു കാര്യം ചെയ്യാം, ബോറടിക്കുമ്പോ ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്. മറ്റേ മുണ്ടാടിക്ക് ഞാൻ ഒരു പാട്ട് പാടാം. ഞാൻ തിന്ന കിട്ടും.
പേടിപ്പിച്ചാണ് പേടിക്കല്ല എടുത്തോടാ എടുത്തോ ഓടിക്കോ 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 ഒരു ഫോണാ ഏതെങ്കിലും ഒരു ഫോണാ ഒരു ഫോണാ ഒരു ഫോണാ ഒരു ഫോണാ ചെറുതിനും കൊണ്ട് എന്ത് ഗിഫ്റ്റാ സൽമാനാണ് ഗിഫ്റ്റാ എടാ സൽമാൻ തൊട്ട് ഫോൺ വിളിച്ച ഇതെന്റെ കൈമ കെട്ടിട്ടോ കൈമ കെട്ടിട്ടോ ആരാ ആരാ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഏതാണ് ആ ഓക്കെ ഓക്കെ നല്ല മൈക്ക് പോയാ നമ്മളൊന്നേരടാ ഇവർ കള്ളാണ പുള്ളറങ്ങനെ ഇച്ച് കയറി എന്താ ബ്രോ ഞാൻ ഒരു വാക്കിങ് തന്നില്ല ഞാൻ തെറ്റിക്കൂല അതെനിക്കറിയാം ആര് ഞാൻ എനിക്കിന്റെ അറിയാം എന്റെ ഉപ്പാനെ എനിക്കറിയാം എടാ ചെറുതിന്റെ ഉപ്പാനൊക്കെ അറിയാം ഞാൻ പറഞ്ഞു കൊടുക്കാം ഞാൻ പറഞ്ഞു കൊടുക്കോ എടാ ശരിക്കും നീ അമീന് അല്ല അല്ല നീ ഒന്നല്ല ഓനൊന്നല്ല ഓനൊന്നല്ല അമീൻ എനിക്ക് മെസ്സേജ് അയച്ചു ഇൻസ്റ്റയില് അമീൻ വേറെ തരാം എടാ അമീനെ ഞാൻ കാണിച്ചരാ അമീനെ ഞാൻ കാണിച്ചരാ അടുത്ത പി സി ലെവലില്ലേ ഞാൻ അമീനെ കാണിച്ചരാ നമുക്ക് എപ്പോഴും സൂപ്പർ ചാറ്റ് ചെയ്യുന്ന അമീനില്ലേ ഓനെ അടുത്ത ലെവലിൽ കാണിച്ചു നോക്കട്ടാ എന്താ സംഭവിച്ചത് ഫോളോ ചെയ്തിട്ടുള്ള എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലായില്ല അവിടുന്ന് ഇറങ്ങിയത് ഓർമ്മയുണ്ട് പിന്നൊന്നും ഓർമ്മയുണ്ട് ആൾക്കാർ മൊത്തം ഗ്ലാസ് ഒന്നും ആയിട്ടില്ല പൊളിഞ്ഞിട്ടാണ് എന്നാണ് അടിവാന്റെ തുടക്കം പിടിക്കുന്നടാ മല്ലുവിന്റെ പാർട്ട്ണർ
മല്ലു ഇവനെ നൈസായിട്ട് അന്ന് ഇവന്റെ അടുത്ത് ആക്കി തന്നിട്ട് മല്ലു പോയി. ഇവനുണ്ടാണ് തുടക്കം പിടിക്കുന്നതാ. ഞാൻ പയഞ്ചേരി മുക്കിലൂട്ട് മറ്റേ നമ്മള് കറണ്ട് ബില്ല് അടക്കുന്നില്ലേ? ആർത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഞാൻ അതിലൂടെ കറങ്ങിയിട്ട് വന്നയാ. നല്ല ഐഡിയ. നമുക്ക് 100 മാർക്ക് കിട്ടി. ഈ ഐഡിയ ആർക്ക് തോന്നുന്നില്ല. അപ്പൊ നൈസായിട്ട് തോന്നിയത് മുമ്പിലോട്ട് പോയില്ല. റോഡ് ബ്ലോക്ക് ചായ എല്ലാം കുടിക്കാം നമുക്ക്. ഇവനെന്തും ചെയ്യാം, എന്തിനും റെഡി എന്നുള്ള രീതിയിലേക്ക് എനക്കൊന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മല്ലു ഇവനെ പൈസ കൊടുത്താക്കിയാന്ന് തോന്നട്ടാ. മറ്റേ എല്ലാ ഇതിലും സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ തുടക്കം പിടിക്കുന്നതാ ശരിക്കും ലിറ്ററലി. ഇന്നലെ ഒരു ലൈവ് വീഡിയോ ഇവനായിരുന്നു ഇത് കണ്ടേ. സൗണ്ടില് ശരിയായടാ, നെറ്റ് ശരിയായടാ, നെറ്റ് ശരിയായാ? ഡീല് 6000 kbps ഇതില് കാണിക്കുന്നുണ്ടല്ലോ. What's happening? മനസ്സിലാക്കാൻ പറ്റാത്തവരോട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്നവരോട് റോങ് കണ്ടുപിടിക്കുന്നത് എന്തായാലും എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടേയിരിക്കും. എടാ ഞാൻ പറഞ്ഞോണ്ടുള്ള പ്രശ്നമാണ്, അല്ലാണ്ട് അങ്ങനെ പറയുന്നതിന് സീനൊന്നും അല്ല. എല്ലായിടത്തും പോകും. എല്ലായിടത്തും പറയുമ്പോ എന്തിനാ നീ കയ്യെത്ത് ഇവിടെ വെക്കുന്നത്? എനക്കൊറ്റ കാര്യം അറിയാം. നീ എന്ത് പറയുമ്പോ എന്റെ കൈയില്ലേ, കൈന്റെ അടിയിലേക്ക് എന്തിനാ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ അവിടെ തിന്നാൻ കയറാ, ഇടങ്ങി ഇങ്ങനെ മറ്റേ ചായ കുടിക്കാൻ കയറാ. ചായയും കടി അവിടെ ഇട്ടോ ഇടാ. കടിയാ? കടി എനക്ക് പല കടിയും ഇഷ്ടാന്ന്. നിങ്ങളെ ആരാ? മല്ലുന്റെ ആരാ? ഓക്കെ ഓക്കെ, റാൻഡം ഗൈ. ഇത് പിന്നെ പറയണ്ടല്ലോ, ഇതാരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഉമ്മാമ വേഷം കെട്ടിയിട്ട് ഇവന്റെ വിചാരം ഇവന്റെ ഉമ്മാമ വേഷം 100% W ആണെന്ന് ഇവന്റെ വിചാരം. ഇവൻ കെട്ടുന്ന ഉമ്മാമ ആർക്കും മനസ്സിലാകുന്നില്ലാന്ന് ഇവന്റെ വിചാരം. പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെ ഒരു പൊട്ടം ചെയ്യുന്നതാണ്. ഓരോ ആഗ്രഹങ്ങളാണ് ഇവനിക്ക്. ഓരോ ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. സിനിമയിൽ കയറി പറ്റുകയെന്നുള്ളതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം. സിനിമയിൽ കയറി പറ്റാൻ വേണ്ടി എടാ സോങ് ഇട്ടാ, സോങ് ഇട്ട മല്ലുവിന്റെ ശരിയായ മറ്റേ സോങ് ഇട്. മല്ലുവിന്റെ ക്രിഞ്ചിയസ്റ്റ് സോങ് ഇൻ ദ വേൾഡില്. ശരിക്കും അൺസ്റ്റോപ്പബിൾ സോങ് ഇല്ലടാ. ശരിക്കും പറഞ്ഞാൽ നല്ല മ്യൂസിക്കാണ്, നല്ല വിഷ്വൽസും ആണ്, നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത മ്യൂസിക്കാണ്. പക്ഷെ വരി മല്ലു തന്നെ പാടി, ആ വരി ആൾക്കാരും പാടി, അതിലാണ് പാടി കിട്ടത്. ആ വരി മല്ലു തന്നെ ഇങ്ങനെ പാടി പാടുന്നതായിട്ടാണ് സീനായത്. മനസ്സിലാ? ഒരുമാതിരി ക്രിഞ്ചായി. എനിക്ക് ഇതേപോലത്തെ ഒരു സംഭവം വന്നില്ലല്ലോ. തുപ്പി 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 എന്ന് പറഞ്ഞിട്ട് ഒരു ലിറിക്സ്, ലിറിക്സ് നമുക്ക് തന്നിട്ട് പാടാൻ പറ്റാ. എനിക്ക് ഇങ്ങനെ എന്തോ ഒരു ബാഡ് അടിച്ച്, അഥവാ ഇത് ചെയ്താ പണി കിട്ടോ, ആൾ തന്നെ അല്ല പൊക്കി പാടുന്ന പോലത്തെ അല്ലേ, അങ്ങനത്തെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ പാടാന്നുള്ളൊരു, ഞാൻ ലിറിക്സ് കേട്ടോടുകൂടി പാടാൻ പറഞ്ഞത്. കിട്ടീനാ? എന്തെന്നാ ഫോട്ടോ എടുക്കാം? ഡ്രൈവ് ചെയ്യുമ്പോ ഫോട്ടോ എടുക്കാൻ നീ എനക്ക് തൊണ്ട സീനാന്നോ ചുക്ക് കാപ്പിയും കൂടി വേണം. ചുക്ക് കാപ്പി വേണമെന്നില്ല, ഞാനൊരു ചുക്ക് മണ്ണയാക്കാൻ നോക്കുന്നുണ്ടല്ലോ ഞാൻ. അടി ഇതാ ചാറ്റ് പോകട്ടെ, ചാറ്റ് പോകട്ടെ, ചാറ്റ് പോകട്ടെ. എടാ ഇതാരാടാ എന്നെ ഹേയ് നിഹാന്ന് വിളിക്കുന്നത്? എടാ എന്നെ നിഹ നീ പറഞ്ഞു കൊടുത്തില്ല, നീയാണ് എന്റെ പേര് പറഞ്ഞു. എന്നെ തൊപ്പിന്ന് വിളിച്ചാ ഞാൻ കാര്യം പറയാലോ. നിഹാന്ന് എന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്നെ തൊപ്പിന്ന് വിളിക്കും. നമുക്ക് വരുമ്പോ 4 വണ്ടിയിലാ വന്നേ അല്ലേ? ഇപ്പൊ
അല്ലെങ്കിൽ നിഹാദ് ബ്രോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നിഹാദ് സാർ. വരുന്നുണ്ട് വണ്ടി. ഗാങ്സ്റ്റേഴ്സിനെ എന്ന് വിളിക്കുക. നൻവർ പൃഥ്വിരാജിൽ എന്നെ വിളിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ഡേറ്റിനായിരിക്കൂടാ. ഉമ്മാമന്റെ വേഷം കണ്ടിട്ടായിരിക്കും, ഇന്റെ അലാക്കിന്റെ അഭിനയം കണ്ടിട്ടായിരിക്കും അതിലുള്ള. പുള്ളിങ്കോ ഇടാൻ വന്നിരിക്കുന്ന പുള്ളിങ്കോ ഇടാൻ പറയുന്ന പുള്ളിങ്കോട് മറ്റേ നമ്മളെ സ്പീക്കർ കൊടുക്കടാ. ഇതെന്തെന്നാ ചാറ്റ് മൊത്തം നോക്കുന്നത്. വണ്ടി വെക്കാനുള്ള സ്പേസ് വെള്ളക്കേ എടാ ആരാ വണ്ടി ശരിക്കും? ഈ മഞ്ഞ വണ്ടി ശരിക്കും ആരതാ? ഒരു മിനിറ്റ്. എടാ ഈ മഞ്ഞ വണ്ടി ആരതാ ശരിക്കും? ആരത്? മറ്റേ ഫസ്റ്റ് ഡ്രൈവ് ചെയ്ത ആള്. നിങ്ങൾക്ക് ആ പോർച്ചയും പിന്നെ ഏത് വണ്ടിയാ ഉള്ളത്? പോർച്ച അല്ലാണ്ട് എന്തല്ലേ? അറിയാം. റേസ് പഠിക്കുന്ന ഒരു ചെക്കനല്ലേ? എന്തോ അവന്റെ പേര്? മാസി. ഓനൊരു പേജില്ലേ, ഞാൻ കണ്ടിട്ടില്ല. ഓനെ ആദ്യം ട്രെയിൻ ചെയ്തത് ആരാ അറിയോ? നമ്മളെ ആടുള്ള പിള്ളേരാണ്. റേസ് ആദ്യം നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുമ്പോ റിഫാസ് എന്നെല്ലാം പറഞ്ഞിട്ട് RMC എന്ന് പറഞ്ഞൊരു ക്ലബ് അറിയില്ലേ? RMC എന്ന് പറഞ്ഞൊരു ക്ലബ് അറിയില്ലേ? ഓടിക്കാൻ വന്നതാ. സുഫിയാൻ എന്ന് പറഞ്ഞിട്ട് RMC എന്ന് പറഞ്ഞ ക്ലബ് അറിയില്ലേ? ഞാൻ പണ്ട് ഡെഡ് ബൈക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് വെറുതെ ഫണ്ടിന് ഓടിച്ചു കളിച്ചാ. നല്ല ഓർഡറല്ലേ? നിങ്ങൾക്കില്ലേ, ഞാൻ മറ്റേ ഇന്റർവ്യൂലെല്ലാം പറഞ്ഞൊരു സംഭവമില്ല, എന്റെ സൂയിസൈഡ് ചെയ്ത ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ? ഓൻ ഈ RMC ക്ലബിൽ ഉണ്ടായതാണ്. നമ്മളെല്ലാം ആ ക്ലബിൽ ഉണ്ടായതാ മുന്നേ. ഓർക്ക് നിങ്ങളറിയാം, ഇങ്ങനെ RMCയിൽ ആരോ സുഫിയാൻ എന്നോട് പറഞ്ഞു നിങ്ങളെ ചെറുതിനെ ഓനെ ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞു. ലേറ്റ് ഇല്ല, ലേറ്റ് പറ. ഇത് സംഭവം ശരിക്കും കഫേ അല്ലേ, റെസ്റ്റോറന്റ് അല്ലേ? ഇപ്പൊ വർക്കിംഗ് അല്ല, ഇപ്പൊ ഓപ്പണാ. പിന്നെ ഞാൻ കളിയാക്കി കൊല്ലുന്നുണ്ട്. ഹലോ, അത് നിങ്ങളെ വണ്ടിയാണല്ലേ? ശരിയായ സാധനം അതിനോട്ട് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ആ വണ്ടി. എനിക്ക് കാറ് പഠിക്കാൻ അറിയില്ല, ആ വണ്ടിയിൽ പഠിക്കട്ടെ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുന്നത്, പഠിപ്പിച്ചാരോ? ഇപ്പൊ പഠിപ്പിച്ചാരോ? ആ വണ്ടിയിൽ പഠിക്കട്ടെ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് പോലും ഇല്ല. പ്രശ്നമുണ്ടോ? പെട്ടെന്ന് ആവേശത്തിൽ പറയും ഇതാരാണ്, അതിനെന്ത് ക്യാമറത്തിന് നീ എടുത്തോ, പോയിക്കോ, കൊണ്ടുപോയിക്കോ. ശരി, എടുത്തോ. നിസ്കരിക്കാൻ സ്ഥലമുണ്ടോ? നിസ്കരിച്ചാലോ? എന്താ പറയുന്നത്? മൊബൈല് ഇതാരുടെ ഫോണ്? ഇതെന്റെ ഫോണ്. ഇന്ന ഈ എടുക്കുന്നോ? ഫോട്ടോ എടുത്തോ? നല്ല ചങ്കാക്കി എടുത്ത് എടുക്കടാ. അതിലെങ്ങനെ എടുക്കുക? ഡബ്ല്യൂ നമ്മള് കളിയാക്കിയവർക്ക് മറുപടി ഇടല. ഡബ്ല്യൂ എങ്ങനെ ഇടുവാ? ഈ കള്ളക്കളവന് ഡബ്ല്യൂ ഇടാൻ വരെ അറിയില്ല, ഇതിനെ പഠിപ്പിച്ചു കൊടുക്കണം. ആകെ നോക്കിയതെന്നാ 5 റുപ്യ. ഇത് ഇങ്ങനെ അതാ കാണിച്ചത്, ഇപ്പൊ 5 റുപ്യ കാണിച്ചത്. ഇതാണ് ഡബ്ല്യൂ. എടുക്കോ? എടുക്കാം. നമ്മളെ കാണാൻ ഇതാണ് ഫേസ്ബുക്ക് ഫ്രണ്ട്ലി. ഫേസ്ബുക്കിലെ ആൾക്കാർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ്. ഞാൻ ഇങ്ങനെ എന്റെ പ്ലാൻ എന്താ അറിയോ? ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്യല്ല, പക്ഷെ എന്റെ പുതിയൊരു പ്ലാൻ എന്താ അറിയോ?
നമ്മളെ ഫുൾ എന്റെ ലൈഫ് മൊത്തം ലൈവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇത് ഈ നാട്ടിൽ നിന്ന് നടക്കൂല. അതിനാ ഞാൻ പുറത്തേക്ക് പോകും. സീക്രട്ട് വിളിക്കും. ഇതെന്താണ് തീരാത്ത ഫോട്ടോ എടുപ്പടാ. നീയോ സീക്രട്ട് തന്നെ വിളിക്കും. എടാ ഓക്കെ അല്ലേ ഇല്ലല്ലോ. എന്നാ പിന്നെ ഇതാരെങ്കിലും പിടിക്കും. ഞാൻ ഇത് പിടിച്ചിരിക്കുന്നത്. ആ അല്ല ഓക്കെ അല്ല എന്നാ ഓക്കെ ബൈ. ഹലോ ഇതാര് ഞാൻ ഇപ്പൊ എവിടെ ഉള്ളതെന്നറിയോ? സീക്രട്ടാ എവിടെ ഉള്ളതെന്നറിയോ? ഇത് ഓക്കെ ഇത് ഈ വണ്ടി എവിടെങ്കിലും കണ്ടിരാൻ നോക്കിയ അനക്ക് ഓടിക്കാൻ അറിയില്ല അതിന്. ഇതുവരെ എന്റെ ജീവിതത്തിൽ ആ വണ്ടി ഓടിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചാലോ ഈ വണ്ടി എടുക്കാൻ തരോ? മല്ലിതാ ഞാൻ ഇന്ന് രാത്രി വിടോ എന്റെ മുത്ത് വന്നില്ല. ഇവനൊന്ന് വിടുത്താണ്. ഞാൻ പഠിക്കാൻ പോയെന്ന്. ഇതുകൊണ്ടാ പോർച്ചയിൽ ഞാൻ പഠിക്കാൻ പോയെന്ന്. ഡ്രൈവിംഗ് പഠിക്കാൻ പോയെന്ന്. എടാ നീ എന്താ പറയുന്നത്? ഞാൻ എനിക്കല്ല ഇന്നലെ ഇവനിക്ക് 3 മണിക്ക് മെസ്സേജ് സായി ഇങ്ങനെ എന്താ ചെയ്യാ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഇവിടെ വന്നിട്ട് ആരും തൊടൂലെന്നാ പറഞ്ഞല്ലോ. ഇപ്പൊ അത് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു ഇവിടെ നമ്മളെ നാട്ടിൽ വെച്ചാൽ ആരും തൊടൂലെന്ന്. ഇന്നലെ രാത്രി വിളിച്ചിട്ട് കരയാ അതൊക്കെ സ്ഥിരം അവിടെ കലാപാവും. ഇവിടെ കലാപം കത്തിക്കാൻ വരുന്നവരും കത്തിക്കാൻ വരുന്നെന്ന് പറയുന്നത് അതാണ്. ഒരു ഫംഗ്ഷന് പോകുമ്പോ നമ്മളങ്ങനെ പവർ കൊടുക്കാം. പുതിയ എല്ലാരും അങ്ങനെ എടുക്കില്ല. തീപ്പെട്ടിക്കുള്ള ബോംബിട്ട് കത്തിക്കാൻ വരും. അങ്ങനെയാണെങ്കിൽ എല്ലാം ലിറ്ററേജ് എടുക്കണ്ടേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്നാ ഓക്കെ ബൈ. രാത്രി വിളിക്കാം. എടാ അതിൻ്റെ കസ്റ്റമർ വിളിച്ചേ. അച്ഛനോട് ചോദിക്കും. മറ്റേ ഇതിന്റെ ചോദിക്കും. എടാ എന്നെ തിന്നാൻ മേടിച്ചാടാ. തിന്നാൻ മേടിച്ചു കൊടുക്കണേ എനിക്ക്. അരമണിക്കൂറാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാ. അവിടെ എനിക്കൊന്ന് ഫോട്ടോ ഇത് തിന്നാൻ മേടിച്ചാടാ. വീട്ടിലേക്ക് വരോ? എന്നാലും വീട്ടിൽ കയറ്റൂലാണ് ഉദ്ദേശിച്ചത്. അല്ല വീട്ടിൽ കയറ്റാൻ കൊള്ളൂലാണല്ലോ ഉദ്ദേശിച്ചത്. എന്നാ വിട്ടാലോ? ഇപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് പോവാനാ. പിന്നെ ഇപ്പൊ നമുക്ക് അവിടെ തിന്നാൻ പോവാ. പാർസൽ വാങ്ങണം. നമുക്ക് തിന്നാൻ പോവാ. ഏതെങ്കിലും ഹോട്ടലിൽ പോവാ. ഇല്ല ക്രൗഡും വരും. കാണാണ്ട് പോയാ അല്ല ലൈവ് കട്ട് ചെയ്യേണ്ടി വരും അല്ലെ? ലൈവ് കട്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അടുത്തേക്ക് ക്രൗഡ് വരും. ഗൈസ് ചാറ്റ് പറ. ലൈവ് കട്ട് ചെയ്യണം. ഞാനിപ്പോ തിന്നാൻ പോകുമ്പോ ഇവര് പറയുന്നത് മല്ലു പറയുന്നത് അവിടെ ആൾ ക്രൗഡ് വരും എന്നാ പറയുന്നത്. അതുകൊണ്ട് പാർസൽ വാങ്ങാന്നാ പറയുന്നത്. എന്ത് ചെയ്യണ്ടേ? ലൈവ് കട്ട് ചെയ്യണോ അല്ല കണ്ടിന്യൂ ചെയ്യണം? ചാറ്റ് പറ. ആ പോവാ. വീട്ടിലേക്ക് പോവാം. ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലാണ്. ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല ഇപ്പൊ. എന്നോട് മല്ലു ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നടാ. വീട്ടിലേക്ക് പോകുമ്പോ ലൈവ് ഇട്ടാ ശരിയാവില്ല.
എന്നാ ഓക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ രാത്രിയല്ല, ഞാൻ എന്താ പ്ലാൻ അറിയോ? ഞാൻ അടുത്ത ലൈവ് മിക്കവാറും ലോക്കലായിരിക്കും. ഓക്കെ, നമ്മളെ വിക്കിയില്ലേ, വിക്കി തഗ്ഗുമായിട്ട് ഒരു ലൈവ് വരണം എന്ന് എനിക്കുണ്ട്. ഞാൻ നേരത്തെ വിക്കി തഗ്ഗിനെ വിളിച്ചിട്ടാ. അപ്പൊ വിളിച്ചല്ല, മുന്നു വിളിച്ചു. മുന്നു വിക്കിനോട് സംസാരിച്ചു. അപ്പൊ IR ചെയ്യാൻ വേണ്ടി വിക്കി വരാന്ന് പറഞ്ഞു. വെറുതെ ഒരു ദിവസം ഒന്നിച്ചിങ്ങനെ ചില്ലായി നടക്കാം. പ്രത്യേകിച്ച് ചെയ്യാൻ കാര്യങ്ങൾ വേണമെന്നില്ല. വെറുതെ ഇങ്ങനെ വിക്കിന്റെ ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും രസമായിരിക്കണം. മനസ്സിലായോ? IR ചെയ്യാൻ നല്ല സുഖമായിരിക്കും. മനസ്സിലായോ? അപ്പൊ വിക്കിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിക്കവാറും എന്റെ പ്ലാൻ എന്താ അറിയോ? ഈ ഒരാഴ്ചന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മിക്കവാറും എറണാകുളത്തേക്ക് പോകും. എന്നിട്ട് വിക്കിനെ വെച്ചൊരു IR ചെയ്യും. അവിടെ എന്തെങ്കിലും ചെയ്യാൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എടാ മുനോ, ആശംസ അറിയാം ഓപ്പണിങ്ങിന്റെ. ഓക്കെ, ഇതെന്നാ 5 മിനിറ്റോട് ഓരോ ആശംസ പറയാൻ പറയുന്നടാ എന്നോട്. എന്താ പറയണ്ടേ? എടാ എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ടാ ഞാൻ അങ്ങനത്തെ പറയില്ല. നിങ്ങൾ പറഞ്ഞോ. ഇവന്റെ ഏതോ ഷോപ്പിന്റെ കാര്യം പറഞ്ഞു വരുമോ കാറില്. ഇങ്ങനെ ഓരോ 5 മിനിറ്റ് ഓരോ ഷോപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. വാ വിട്ടാലോ? അത് പൊട്ടിക്കുന്നാ? എടാ പോയാട്ടാ. നീ ഒരു മിനിറ്റ്, നിന്റെ വേറെന്നാ ഒരു മിനിറ്റ്, നീ റീമെൻഷൻ ചെയ്യാൻ നോക്കട്ടെ എന്നോട്. റംസിയാ? ഓക്കെ. എന്നാ ചെയ്യുന്നു നീ? പഠിക്കുന്നു ഇരുട്ടിയില്ല. ഇതാരാള് നിന്റെ ചങ്ങായി? നിന്നെ എപ്പം ഇതിൽ വന്നിട്ട് കൊടുക്കുന്ന ചങ്ങായി അത്? നീ ഇതിലേക്ക് വരുകയും ചെയ്യില്ല, നീ വന്ന് സംസാരിക്കുകയും ചെയ്യില്ല. എന്നാ ചെക്കൻ വന്ന് സംസാരിക്കുമ്പോ ചെക്കനെ ഇടങ്ങാറാക്കാനും നിൽക്കുന്നത്. എന്നിട്ട് പറ. അല്ല, നീ എങ്ങനെ ഈടെത്തിയത്? മല്ലുന്റെ ആരെങ്കിലും? ഓ, പെരുന്നാൾക്ക് കണ്ടിട്ട് നിർത്തിയതാ? ഏത്? എന്റെ ഭർത്താവ് ഇങ്ങനെ? നീ കാസർഗോഡാ? ഏടാ? ചാവശ്ശേരി. പക്ഷെ എന്റെ ആക്സെന്റ് മാറ്റം ഉണ്ടല്ലോ. സാധാരണ കണ്ണൂർ ആക്സെന്റ് അല്ലല്ലോ ഇത്. എന്തോ ഒരു മാറ്റം. അക്കൗണ്ടാ? ഇവ സംഭവം ഇല്ലേ, ഇവ അക്കൗണ്ട് കാണിക്കാൻ വേണ്ടി വന്നു. ഞാനും പേശ എന്നോട് ഇത്ര സ്നേഹം കൂടി പോയൊക്കെ. ഇല്ലടാ. എടാ അപ്പൊ എല്ലായിടത്തും ഇടേണ്ടി വരും, എല്ലായിടത്തും ആക്കേണ്ടി വരും. അതുകൊണ്ടാ. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആളെല്ലാം ഞാൻ ചെയ്യേണ്ടി വരൂല്ലേ? അതാ, ഒരാള് മാത്രം ചെയ്യുന്നത് ശരിയല്ല. അതാ ഞാൻ ആരും ഫോളോ വരെ ചെയ്യാത്ത. ഒരാളെ ചെയ്യുമ്പോ എല്ലാരും ഫോളോ ചെയ്യേണ്ടി വരും. You know what I'm saying? ആ, ഫോണ് അൾട്രയാ? പൈസക്കാരനാ? പൈസക്കാരനാ? ഇതിന്റെ ഓണർ നിങ്ങളാ? എന്നാ പറയണ്ടേ? അല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. നല്ല പൈസ ഉള്ള ആളെ കണ്ടാൽ ഞാൻ അപ്പൊ തന്നെ എന്തുവാണ് ചെയ്ത് കൊടുക്കും. എനിക്ക് അങ്ങനത്തെ അസുഖമുണ്ട്. ഈ ഫോൺ നമുക്ക് തരുവാ? കാര്യം എടുക്കട്ടെ. ഉദ്ഘാടനത്തിന് മാത്രമേ ബാക്കി കണക്ക് എടുക്കണമെന്നുണ്ട്. സംഭവം പൊളിയാ. പൈസ വണ്ടിയുള്ള ആളെ പോരാ, ഫോണ് നല്ല ഫോണുള്ള ആളെ വേണ്ടത്. രണ്ടൊന്നടി ഒന്നടിക്കല്ല. മപ്പിലങ്ങാട് ബീച്ചിൽ പോവാ. നിങ്ങളെ വണ്ടി ഡ്രൈവ് കേട്ടാ? ഇവിടെ എത്ര ദൂരം ഉണ്ട്? 40 കിലോമീറ്ററാ? കൂടെ പോയാൽ മതി. പക്ഷെ ഇത് കട്ടാവില്ല, ഇത് കട്ടാവും. എന്റെ ഇത് ചാർജ് ചെയ്തു. 40 കിലോമീറ്റർ ഒന്നും പോകാൻ കഴിയില്ല. എന്താ പേര്? സുഹൈലാ?
വാലൈക്കും മുസ്സലാം. സലാം പറഞ്ഞ ആദ്യമായിട്ട് ഇന്നൊരാൾ സലാം പറഞ്ഞു വന്നു കണ്ടിട്ട്. അടുത്ത് നിസ്കരിച്ചാലോടാ എന്താ പറയുന്നത് അല്ല, നിസ്കരിച്ചാലോ? നമുക്ക് നിസ്കരിച്ചു നോക്കാം. എന്താ പറയുന്നത്? മല്ലു പോയി നിസ്കരിച്ചാലോ? പള്ളി പോവാലോ? മല്ലു പള്ളി പോവാ, വാ നന്നാലോ നമുക്ക് വാ. പള്ളിയിൽ എന്തായാലും ക്യാമറ കയറ്റാൻ പറ്റില്ലാലോ അല്ല, സീനല്ലേ? ലൈവ് പോസ് ചെയ്യാം.